ഇന്നൊരു സ്പെഷ്യൽ കറിയാണ് ഉണ്ടാക്കുന്നത്. മാങ്ങയും ക്യാരറ്റും പച്ചമുളകും ഇഞ്ചിയൊക്കെ ചേർത്ത് പട്ടാണിയും കൂടെ ചേർത്തൊരു കറി ഉണ്ടാക്കുകയാണ്. പട്ടാണി കടലയും കൂടി ചേർത്തിട്ട് നമുക്ക് അത് കഷ്ണിച്ചെടുത്ത് തരാം. പട്ടാണി കടലയും മാങ്ങയും പച്ചമുളകും ക്യാരറ്റൊക്കെ ഇട്ടിട്ട് കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ഇതിലേക്കുള്ള പൊടികൾ എടുത്ത് തരാം. അപ്പോൾ അങ്ങനെ കറിയിലേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വെച്ച് കറി വെക്കാൻ തുടങ്ങാം. വെച്ചിട്ട് വരാം. കുക്കർ സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. കുക്കർ സ്റ്റൗമ്മ വെച്ചിട്ടുണ്ട്, ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് കുക്കർ സ്റ്റൗമ്മ വെച്ച് കുക്കർ വെള്ളമൊക്കെ വറ്റി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി നമുക്ക് ബാക്കി എണ്ണ ചൂടാകട്ടെ. ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മൂത്ത് വന്നിട്ട് കറിവേപ്പ് വെക്കണം. പച്ചക്കറി വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ മതി. രണ്ട് പിസിൽ അടിച്ചാൽ നമുക്ക് കുക്കർ സ്റ്റൗ ഓഫാക്കാം. ഈ കറിയിൽ ഒഴിക്കുന്നത് പ്രസ് ക്രീമാണ്. അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ ഒന്ന് കട്ടി പിടിച്ചപ്പോൾ ഒന്ന് ലൂസാക്കി എടുത്തതാണ്. ഈ പാത്രത്തിൽ പറഞ്ഞൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുത്തതാണ്. ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ കട്ടിയായിപ്പോയി. അങ്ങനെ അത് നമ്മുടെ കറിയിൽ ഒഴിക്കാൻ വേണ്ടി ശരിയാക്കി വെച്ചാൽ. അങ്ങനെ നമ്മൾ കുക്കർ തുറന്ന് കറിയൊക്കെ വെന്തിട്ടുണ്ട്. കറിയിലെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് ക്രീം ഒഴിക്കാം. ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ തിളക്കാൻ പാടില്ല. ക്രീമൊക്കെ ഒഴിച്ച് നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മാങ്ങ പട്ടാണി കടല മാങ്ങയും പട്ടാണി കടലൊക്കെ പാടുള്ള കറി ശരിയായിട്ടുണ്ട്.